നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കഥാസാഹിത്യ വിഭാഗമാണ്. LP-UP പരീക്ഷയ്ക്ക് ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ പരീക്ഷ അടുക്കാറായി. പരീക്ഷ ചൂട് നിങ്ങളുടെ പഠനത്തിൽ കാണേണ്ടിയിരിക്കുന്നു. നോവൽ സാഹിത്യം നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്ത ഭാഗമാണ് കഥാസാഹിത്യം. കഥാസാഹിത്യ വിഭാഗത്തിൽ കഥകൾ, കർത്താക്കൾ, കഥാപാത്രങ്ങൾ, അതിനകത്തുള്ള പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ച കഥാശകലങ്ങളും കഥാപാത്രങ്ങളുടെ സംഭാഷണ ശകലങ്ങളും ഒക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് ചെറുകഥയാണെന്ന് പറയും അല്ലെ. ചെറുകഥ 1891 മലയാള ഭാഷയിലെ ചെറുകഥ തുടങ്ങുന്നത്. പണ്ട് മുത്തശ്ശി കഥകളായും കെട്ടുകഥകളായും അല്ലെ പഞ്ചതന്ത്ര കഥകളായും ഐതിഹ്യമായും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും യഥാർത്ഥത്തിൽ ചെറുകഥകളായിരുന്നില്ല. യഥാർത്ഥ ചെറുകഥ ഇവയുടെ എല്ലാം ഒരു മിശ്രിത ഭോജനമാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. എല്ലാം കൂടെ കൂടിക്കുഴഞ്ഞൊരു പരിവായിരുന്നു അതൊന്ന് ചെറുകഥാ രൂപത്തിലേക്ക് മാറുന്നത്. നമ്മുടെ അമേരിക്കയിലാണ് ആദ്യമായിട്ട് ഈ ചെറുകഥയ്ക്ക് തുടക്കം കുറിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്ക അല്ലെ, ആ അമേരിക്കൻ ഉൾനാടുകളിലാണ് ചെറുകഥ ഒരു സാഹിത്യ രൂപം എന്ന നിലയിൽ അംഗീകരിക്കപ്പെടുന്നത്. ഇർവിങ്, നഥാനിയേൽ ഹർത്തോൺ, എഡ്ഗർ അലൻ പോ തുടങ്ങിയവരൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചെറുകഥ ഇങ്ങനെ വികസിച്ച് വരികയാണ്. അവസാനം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോഴേക്കും ഹെൻറി ജെയിംസും ഫ്രാൻസിൽ മൊപ്പസാങ്ങും റഷ്യയില് ചെക്കോവ് ഒക്കെ ഇങ്ങനെ ചെറുകഥ വളർത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ 2-3 പേര്, അമേരിക്കയിലെ ഹെൻറി ജെയിംസ്, ഫ്രാൻസിലോ മൊപ്പസാങ്, റഷ്യയില് ചെക്കോവ്. അപ്പൊ ഇവരൊക്കെ ചെറുകഥ ഇങ്ങനെ അനുപമമായ കലാസൃഷ്ടികളാക്കി മാറ്റുമ്പോ ഇങ്ങട് താഴേക്ക് നമ്മളിങ്ങനെ വരുമ്പോ ഈ അറ്റത്ത് ചെറിയൊരു സംസ്ഥാനം ഉണ്ടല്ലേ, കേരളം. ആ കേരളത്തില് 1891 വിദ്യാവിനോദിനി എന്ന് പറയുന്ന ഒരു മാസികയിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ ഒരു ചെറുകഥ അച്ചടിക്കുകയാണ്. അതിന്റെ പേരായിരുന്നു വാസനാവികൃതി. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ചോദിച്ചാൽ നിങ്ങൾ എഴുതണം വാസനാവികൃതി. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ എഴുതിയ വാസനാവികൃതി എവിടെയാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? വാസനാവികൃതി എന്ന ചെറുകഥ 1891 വിദ്യാവിനോദിനി മാസികയിലാണ്. 1891 വിദ്യാവിനോദിനിയിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ പ്രസിദ്ധം ചെയ്ത വാസനാവികൃതിയാണ് മലയാളത്തിലെ ശ്രദ്ധേയമായ ആദ്യ ചെറുകഥ. 1-ാം തലമുറയിൽപ്പെട്ട മറ്റു പ്രമുഖ കഥാകൃത്തുക്കളാണ് അമ്പാടി നാരായണ പൊതുവാൾ. 1871 1936 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു അമ്പാടി നാരായണ പൊതുവാൾ. ഒടുവിൽ കുഞ്ഞുകൃഷ്ണ മേനോൻ, മൂപ്പര് അറിയപ്പെടുന്നത് OMRKC എന്നാണ്. ഒടുവിൽ കുഞ്ഞുകൃഷ്ണ മേനോൻ. ഓക്കെ, 1882 മുതൽ 1940 കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. CS ഗോപാലപണിക്കർ, മൂർക്കോത്ത് കുമാരൻ, അത് ഓർത്തു വയ്ക്കേണ്ട പേരാണ്. മൂർക്കോത്ത് കുമാരൻ, K സുകുമാരൻ, EV കൃഷ്ണപിള്ള. നിങ്ങൾക്കറിയാം EV കൃഷ്ണപിള്ള 1894 1938 ഇടയ്ക്ക് നമുക്ക് ഓർത്തു വയ്ക്കാവുന്ന ഒരുപാട് സംഭാവനകൾ, ചെറുകഥാ സംഭാവനകൾ നൽകി പോയവരാണ് ഇവരെല്ലാം. ഓക്കെ, അപ്പൊ സംഭവ പ്രധാനങ്ങളായ കഥകളിൽ കൂടി ധർമ്മോപദേശം പറയാനും ഇവർ മറന്നില്ല എന്നുള്ളതാണ്. അതില് ഓർത്തു വയ്ക്കേണ്ട 2-3 പേരാണ്. ആ പാരമ്പര്യത്തിൽ നിന്നും വന്ന നമ്മുടെ VT ഭട്ടതിരിപ്പാടിനെ പോലെ, മുന്തിരിങ്ങോട്ട് ഭാവത്രാതൻ നമ്പൂതിരിപ്പാടിനെ പോലെ, MR ഭട്ടതിരിപ്പാടിനെ പോലെ നമ്പൂതിരി ഇല്ലങ്ങളില് ഇരുട്ടറകളിൽ ആരാലും അറിയപ്പെടാതെ പോയ ദുസ്സഹമായ ജീവിതങ്ങൾ തുറന്നു കെട്ടിയ കുറച്ച് വ്യക്തി കൂടി ഉണ്ടാവും. VT ഭട്ടതിരിപ്പാടിനെ, അതുപോലെ തന്നെ MRP ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം MRP ഒക്കെ എഴുതിയ കൃതികളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ എന്താണ് നമ്പൂതിരി കുടുംബങ്ങൾക്കകത്ത് നടക്കുന്നത്. മറ്റൊരാൾ കൂടെ ഉണ്ട്, ലളിതാംബിക അന്തർജനം, നമുക്ക് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. അഗ്നിസാക്ഷി എന്നത് ആദ്യത്തെ വയലാർ പുരസ്കാരം നേടിയ മലയാള നോവലാണ്. ആ അഗ്നിസാക്ഷിയിലും അന്തർജനങ്ങളുടെ നമ്പൂതിരി ഗൃഹത്തിനകത്തുള്ള സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോട് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ആ നൂറ്റാണ്ടിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് 3-ാമത്തെ ദശകത്തില് മലയാള ചെറുകഥയുടെ സുവർണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ദേശീയ പ്രസ്ഥാനവും സ്വാതന്ത്ര്യ സമരവും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ സന്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് റഷ്യയിലെ ഒക്ടോബർ വിപ്ലവവും മാർക്സിയൻ തത്വചിന്തകളുടെ പ്രചാരവും ഒക്കെ ഈ ലോക യുദ്ധം നടക്കുന്ന സമയത്ത് അതിനെ ഉൾക്കൊണ്ടുകൊണ്ടും ഒരുപാട് ചെറുകഥകൾ എഴുതപ്പെടുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഒരു സംരക്ഷിത രൂപമായിട്ടാണ് നമ്മൾ ചെറുകഥകൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയാം വാസനാവികൃതി. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ, കേസരി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. കേസരി, വജ്രബാഹു, വജ്രസൂചി ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. കേസരി, വജ്രബാഹു,
വജ്രസൂചിയൊക്കെ അദ്ദേഹത്തിന്റെ തൂലിക നാമമാണ്. കേസരി, വജ്രബാഹു, വജ്രസൂചി. നോക്കുക, പുരോഗമനവാദിയും ഗവേഷകനും വിമർശകനുമായിരുന്ന കേസരി ബാലകൃഷ്ണപിള്ള പാശ്ചാത്യ ലോകത്തെ നൂതന സാഹിത്യ പ്രവണതകളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി. 1889, 1960 കാലഘട്ടങ്ങളിലൊക്കെയാണ് അത് നടക്കുന്നത്. അപ്പൊ പാശ്ചാത്യ ലോകത്തുള്ള ചെറുകഥയിൽ സംഭാവനകൾ നമ്മൾ നോക്കി വെക്കേണ്ടതുണ്ട്. രണ്ടാം തലമുറയിലുള്ള ആളുകളാണ് തകഴി ശിവശങ്കരപിള്ളയും കേശവദേവും ഒക്കെ. ഒന്നാം തലമുറയിൽ നമ്മൾ കുറച്ചുപേരൊക്കെ പറഞ്ഞു അല്ലെ, മൂന്നാം തലമുറയിലുള്ള ആളുകളെയും പറഞ്ഞു. നമ്മൾ നോക്കാൻ പോകുന്നത് ചെറുകഥകളിൽ എങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യജീവിതം കൊത്തിവെക്കപ്പെട്ടത് എന്നുള്ളതാണ്. വിപ്ലവാത്മകമായ റിയലിസത്തെ കലാത്മകമായി ആവിഷ്കരിക്കുകയാണ് തകഴി തന്റെ ചെറുകഥകളിൽ. അത് ശരിയാണ്. കുട്ടനാട് വിപ്ലവത്തിന് ഇവിടെ നാടാണല്ലേ. ആലപ്പുഴ ഒരുപാട് സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു പ്രദേശമാണ് ആലപ്പുഴ. ആലപ്പുഴയിലെ ഒരുപാട് സമര ചരിത്രങ്ങൾ തകഴിയുടെ കൃതികളിലൂടെ നമ്മൾ വായിച്ചു പോയിട്ടുണ്ട്. തകഴിയുടെ കൃതിയില് എപ്പോഴും ചോദിക്കും, പുന്നപ്ര വയലാർ സമര പശ്ചാത്തലത്തിൽ തകഴി ശിവശങ്കരപിള്ള എഴുതിയ കൃതി ഏത്? ഉത്തരം തലയോട്. നേരത്തെ പറഞ്ഞു കേശവദേവ് എഴുതിയത് എന്താണ്? ഉത്തരം ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. പുന്നപ്ര വയലാർ സമര പശ്ചാത്തലത്തിൽ കേശവദേവ് എഴുതിയത് എന്താ? ഇവിടെ ചോദ്യം, പുന്നപ്ര വയലാർ സമര പശ്ചാത്തലത്തിൽ തകഴി എഴുതിയത് തലയോടെങ്കിൽ കേശവദേവ് എഴുതിയത് എന്ത്? നേരത്തെ പറഞ്ഞതാ എന്താ? ഉലക്ക അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യകാല രചനകളിൽ ഏറെ കൊണ്ടാടപ്പെട്ട ഒരു കഥയാണ് വെള്ളപ്പൊക്കം. ചോദിച്ച ചോദ്യമാണ്, ഇനിയും ചോദിക്കും. ഒരു നായയെ കേന്ദ്ര കഥാപാത്രമാക്കി കൃതി എഴുതാൻ ധൈര്യപ്പെട്ട ഒരു വ്യക്തിയോടെയാണ് തകഴി. അപ്പൊ നായയെ കേന്ദ്ര കഥാപാത്രമാക്കി തകഴി എഴുതിയ കൃതിയാണ് വെള്ളപ്പൊക്കത്തിൽ. വെള്ളപ്പൊക്കം വരുമ്പോ ഒരു നായ അതിനെ മുൻനിർത്തിക്കൊണ്ട് പോകുന്നു. 99 വെള്ളപ്പൊക്കം, പണ്ട് നമ്മൾ പറയില്ലേ 99 വെള്ളപ്പൊക്കം, ആ സംഭവത്തെ ആസ്പദമാക്കി എഴുതിയതാണ് വെള്ളപ്പൊക്കം. അപ്പൊ നാട്ടിൻ പുറത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഉടമസ്ഥനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു നായയുടെ ദയനീയ അവസ്ഥയാണ് വെള്ളപ്പൊക്കത്തിൽ എന്ന കൃതിയിൽ പറയുന്നത്. അപ്പോ നാട്ടിൻ പുറത്ത് സ്വാഭാവികമായിട്ടും വെള്ളപ്പൊക്കം ഉണ്ടാവുമ്പോൾ എല്ലാ ആളുകളും പരസ്പരം സഹായിക്കും. പക്ഷെ ആ സഹായത്തിനിടയിൽ അവരാരെ കണ്ടില്ല? ഈ നായക്കുട്ടിയെ കണ്ടില്ല. അതിലെ ദയനീയ അവസ്ഥയാണ് കഥാവസ്തുവായിട്ട് മാറുന്നത് എന്നാണ് പറയുന്നത്. സമൂഹത്തിലെ അനീതികളും അക്രമങ്ങളും വഞ്ചനയും കപടനാട്യങ്ങളും തകഴിയുടെ രൂക്ഷ വിമർശനത്തിന് ശരവുമായ കൃതിയാണ് വെള്ളപ്പൊക്കം. ഓക്കെ, അപ്പൊ വെള്ളപ്പൊക്കം ആരാണ്? തകഴി എഴുതിയതാണ്. അതുപോലെ മറ്റൊരു റിയലിസ്റ്റിക് ആയ എഴുത്തുകാരനായിരുന്നു കേശവദേവ്. ഫാക്ടറി തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങളുമായിട്ടാണ് അദ്ദേഹം നമുക്ക് മുന്നിലൂടെ ഇടപഴകിക്കൊണ്ടിരുന്നത്. അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കും വലിയ വലിയ ദുരിതങ്ങൾക്കും തന്റെ കഥകളിൽ വലിയൊരു സ്ഥാനം കൊടുത്ത വ്യക്തിയായിരുന്നു കേശവദേവ്. നർമ്മവും നാടകീയതയും ദേവിന്റെ കഥകളുടെ ഉൾക്കാമ്പുകളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതേ തലമുറയിൽ വന്ന മറ്റു വ്യക്തികളാണ് നമ്മുടെ കാലൂർ എസ് നീലകണ്ഠപിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ, എസ് കെ പൊറ്റക്കാട്, പൊൻകുന്നം വർക്കി, ഉറൂബ് അല്ലെ. ഇപ്പൊ കോട്ടയം ജില്ലയിലും ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളിലും അധ്വാനിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട കർഷകരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ കൃതിയായിരുന്നു, അല്ലെങ്കിൽ കവിയായിരുന്നു, എഴുത്തുകാരനായിരുന്നു, സാഹിത്യകാരനായിരുന്നു. ആര്? പൊൻകുന്നം വർക്കി. ഏറ്റവും വലിയ ഹാസ്യ കഥാകൃത്തും ചെറുകഥാകൃത്തും കൂടെയാണ് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹവും ഒരു റിയലിസം അല്ലെങ്കിൽ മാനറിസത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. ഒരു തികഞ്ഞ ഹ്യൂമനിസ്റ്റ് ആയിരിക്കുന്നതോടൊപ്പം തന്നെ ഹ്യൂമാനിസ്റ്റുമാണ് ആര്? ബഷീർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവരെയൊക്കെയാണ് നമ്മൾ, ഇവരെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത് എന്നാണ് സാരം. അതുപോലെ തന്നെ EM കോവൂർ, നാഗവള്ളി RS കുറുപ്പ്, പോഞ്ഞിക്കര റാഫി, വെട്ടൂർ രാമൻ നായർ, മലയാറ്റൂർ TKC വടുതല, VKN വടക്കേ കൂട്ടാർ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ലളിതാംബിക അന്തർജനം. അപ്പൊ ഇതിനൊക്കെ ഇവരെന്തൊക്കെ സംഭാവനകൾ തന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പട്ടാള കഥകൾ പറഞ്ഞ കോവിലൻ അല്ലെ. ഇപ്പൊ PC ഗോപാലൻ ആരാണ്? നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? PC ഗോപാലൻ. പാറപ്പുറത്ത് ആരാണ്? പാറപ്പുറത്ത് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് KE മത്തായി. T പത്മനാഭൻ, പ്രകാശം പരത്തുന്ന പെൺകുട്ടി, എല്ലാവർക്കും അറിയാം അല്ലെ. മൂപ്പരുടെ ഏറ്റവും ഫേമസ് ആയ പുസ്തകം പ്രകാശം പരത്തുന്ന പെൺകുട്ടി. അതുപോലെ തന്നെ നമ്മുടെ MT. ഇവരൊക്കെ സ്വാതന്ത്ര്യാനന്ദ കാലഘട്ടത്തില് മോഹഭംഗവും മോഹങ്ങളുമായി നമുക്ക് മുന്നിലേക്ക് നിരാശയുമായിട്ട്, മോഹങ്ങളായിട്ട്, പ്രണയ ചാബല്യങ്ങളായിട്ട് കയറി വന്ന ആളുകൾ കൂടെയാണ്. അതുകൂടെ നോക്കാം. ഈ പാറപ്പുറത്തും PC ഗോപാലനും കോവിലിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പട്ടാള കഥകളും നമുക്ക് മുന്നില് ആവിഷ്കരിച്ചു എന്നാണ്. ഒരു ടെന്റിനുള്ളിൽ കഴിഞ്ഞുകൂടി വേണ്ടി വരുന്ന പട്ടാളക്കാരുടെ ദയനീയ അവസ്ഥയൊക്കെ 3 കൃതി, 3 പേരും വളരെ മനോഹരമായിട്ട് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ,
നാലാം കാലഘട്ടം എന്ന് പറയുമ്പോ മലയാള ചെറുകഥയുടെ നാലാം കാലഘട്ടം കാക്കനാടൻ ജോർജ് വർഗീസ് അല്ലെ, MP നാരായണപിള്ള, OB വിജയൻ, സക്കറിയ, ഇവരെ കുറിച്ചാണ്. അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ വരുന്നത് പുലത്തിൽ കുഞ്ഞബ്ദുള്ള, VP ശിവകുമാർ, NS മാധവൻ, ഹിഗ്ഗുറ്റ ആരുടെയാണ് ചോദിക്കും, ഹിഗ്ഗുറ്റ ആരുടെയാ, NS മാധവൻ, CV ബാലകൃഷ്ണൻ, N പ്രഭാകരൻ, UK കുമാരൻ, TV കൊച്ചുബാവ, EV ശ്രീധരൻ, അക്ബർ കക്കട്ടിൽ, ഗ്രേസി, ബേക്കൽ, എന്ത് ബേക്കൽ, നളിൻ ബേക്കൽ, അതുകൂടെ നോക്കി വെക്കണം. രഘുനാഥ് പലേരിയൊക്കെ ചോദിച്ചതാണ്. സുഭാഷ് ചന്ദ്രൻ, സന്തോഷ് എച്ചിക്കാനം, KR മീര, ഇന്ദുമേനോൻ, പ്രിയ CS, ഈ പേര് ഓർത്തിക്കണം, പ്രിയ AS-ഉം KR മീരയും. ഞാൻ ചോദിക്കും. അപ്പൊ നമ്മള് വാസന വികൃതി എന്ന കൃതിയുടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. കേസരി കുഞ്ഞിരാമൻ നായർ 1869 1914 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. വ്യക്തി സ്വഭാവത്തിലെയും സാമുദായിക ജീവിതത്തിലെയും വികലതകളെ സ്വഭാവം വ്യക്തിപ്പിക്കുന്നവയാണ് കേസരിയുടെ കഥകൾ എന്നാണ് പറയുന്നത്. അപ്പൊ കേസരിയുടെ കഥകളില് വാസന വികൃതി എന്താണ് പറഞ്ഞു വെക്കുന്നത്? മക്കത്തായ വഴിക്കും മരുമക്കത്തായ വഴിക്കും മോഷണ വാസനയാർജിച്ച ഒരുവൻ നന്നാക്കാൻ ശ്രമിച്ചവരുടെ പ്രയത്നം വിഫലമാക്കി വളർന്നു. അപ്പൊ മൂപ്പരൊരു വാസന വികൃതി മൂപ്പരൊരു കള്ളനാ. കള്ളൻ എന്ത് ചെയ്യുന്നു? മോഷ്ടിക്കും. ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ കൈകിട്ട് ഒരിക്കൽ പിടിക്കപ്പെടുമ്പോ വലിയ മോഷണത്തിലേക്ക് കടക്കുകയാണ്. പിടിക്കപ്പെടുന്നു, ജയിലിൽ പോകുന്നു, തിരിച്ചു വരുമ്പോ ഇതൊന്നും ഞാൻ വന്ന വഴിയൊന്നും ശരിയല്ല, കുറച്ചുകൂടെ വലുതായിട്ട് ഞാൻ മോഷ്ടിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നത് ഒരു പുതിയൊരു അറിവാണ് അല്ലെ. അവസാനം ചെയ്ത പാപങ്ങൾക്കൊക്കെ ഗംഗയിൽ പോയിട്ട് സ്നാനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മനോഹരമായിട്ട് ഹാസ്യാത്മകമായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെട്ട കൃതിയാണ്. ഒരു കള്ളന്റെ കഥയാണ്. കള്ളന്റെ ചെറിയ ചെറിയ വികൃതികളും അല്ലെ. ജന്മവാസനയാണ് കള്ളന്റെ എന്താ, മോഷണം. ആ മോഷണവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും. ഒരു കള്ളന്റെ തസ്കരന്റെ കഥ പറയുന്ന കൃതിയാണ് വാസന വികൃതി. കള്ളന്റെ വികൃതിയാണെന്ന് ഓർത്താൽ മതി. അപ്പോ പല കളവുകളും ചെയ്യുന്നുണ്ട്. അന്ന് മോഷ്ടാവ് ഒരു മോതിരം പ്രേമപൂർവ്വം എന്ത് ചെയ്യുന്നുണ്ട്, കാമുകിക്ക് ഒരു മോതിരമൊക്കെ കൊടുക്കുന്നുണ്ട്. കള്ളൻ ഒഴിഞ്ഞു നിൽക്കാനായി മദിരാച്ചിക്ക് പോവുകയാണ്, പോലീസൊക്കെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് അല്ലേ. അപ്പൊ അതൊക്കെ വളരെ മനോഹരമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് ഇത്രേ വേണ്ടുള്ളൂ. വാസന വികൃതിയാണ് ആദ്യത്തെ മലയാള ചെറുകഥ. എഴുതിയത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. മൂപ്പര് കേസരി എന്നും വജ്രബാഹു എന്നും വജ്രസൂചി എന്നും അറിയപ്പെടുന്ന വ്യക്തിയാണ്. 1891 വിദ്യാവിനോദൻ എന്ന മാസികയിലാണത് അച്ചടിച്ചു വന്നത്. അടുത്താണ് കാരൂർ S നീലകണ്ഠപിള്ള. കാരൂർ നീലകണ്ഠപിള്ളയുടെ ചെറുകഥ നോക്കുന്നത് നമ്മൾ മരപ്പാവകൾ എന്ന ചെറുകഥയാണ് ആദ്യം നോക്കുന്നത്. ഇവരുടെ എല്ലാ കൃതികളും നമ്മൾ നോക്കി പോകും. പാഠപുസ്തകത്തിലൂടെ ആദ്യം നമ്മൾ നോക്കി പോകുന്നത് മാത്രം. അടുത്ത സെറ്റ് വരുമ്പോഴേക്കും നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവണം. ബാക്കിയുള്ള സെറ്റുകൾ നമ്മൾ നോക്കുന്നത് മുൻവർഷ ചോദ്യങ്ങൾ. അതിൽ ഈ പറഞ്ഞ എല്ലാവരുടെയും എല്ലാ കൃതികളും ഉണ്ടാവും. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ഇത് ഓരോ കൃതിയും പാഠപുസ്തകത്തിൽ കൊടുത്തത് ഒന്നുകൂടെ എടുത്തു പഠിക്കുന്നു. കാരണം അതിന് സാധ്യത കൂടുതലാണ്. മുൻവർഷങ്ങൾക്കും തുല്യ സാധ്യതയാണ്. നമ്മൾ മുൻവർഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കാരൂർ നീലകണ്ഠപിള്ളയുടെ മരപ്പാവകൾ 1960കളുടെ കാലഘട്ടത്തിലാണ് എഴുതുന്നത്. ജന്മിത്ത അധികാര വ്യവസ്ഥ എന്തായിരുന്നു എന്ന് തുറന്നു കട്ടിയൊരു കൃതി കൂടിയാണ് മരപ്പാവകൾ. മരപ്പാവകൾ എന്ന കൃതിയിലെ എന്യൂമിനറേറ്റർ ഭരണകൂടത്തിന്റെ പ്രതിനിധിയാണ്. ആളുകളെ എണ്ണിത്തിട്ടപ്പെടുത്തുക നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. എന്യൂമറേറ്റർ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ആളാണ്. എണ്ണൊക്കെ എടുക്കാൻ വരില്ല, ഇങ്ങനെ സെൻസസ് പോലെ ആ വ്യക്തി. അതെങ്ങനെ ചോദിക്കുന്നുണ്ട്, ഭർത്താവ് ഉണ്ടെന്ന ചോദ്യത്തിന് നളിനിയുടെ മറുപടി ഉണ്ടെന്നോ ഇല്ലെന്നോ എഴുതിക്കോളൂ എന്നാണ്. രണ്ടിനും അർത്ഥം ഒന്നല്ലല്ലോ എന്ന് എന്യൂമറേറ്റർ പറയുമ്പോൾ, എന്നാൽ ഉണ്ടെന്ന് തെളിയാതെ എഴുതിക്കോളൂ. ഉണ്ടായിട്ടും ഇല്ലാത്ത അവസ്ഥയിലാണ് ആര് കടന്നു പോകുന്നത്? നളിനി. അപ്പൊ പുരുഷ മേധാവിത്വം നളിനിക്ക് ചുറ്റും ഒരു വ്യൂഹം ചമയ്ക്കുന്നതിന് ചിത്രം നൽകുന്ന കൃതിയാണ് ഏതാ? മരപ്പാവകൾ. അടുത്താണ് ലളിതാംബിക അന്തർജനം. 1977 ആദ്യമായി വയലാർ പുരസ്കാരം നേടിയ മലയാളത്തിന്റെ എഴുത്തുകാരി. ആദ്യമായി ലഭിച്ചതൊരു വനിതയ്ക്കാണ്. പേരാണ് ലളിതാംബിക അന്തർജനം. നമ്മൾ പറഞ്ഞു. അഗ്നിസാക്ഷി എന്നായിരുന്നു ആ നോവലിന്റെ പേര്. നമ്പൂതിരി കുടുംബങ്ങൾക്കകത്തുള്ള സ്ത്രീജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ നരകയാതനകളും തുറന്നു കെട്ടിയ കൃതിയാണ് അഗ്നിസാക്ഷി. ലളിതാംബിക അന്തർജനത്തിനെ വായിക്കേണ്ടിയിരിക്കുന്ന ഒരു ചെറുകഥയാണ് മനുഷ്യപുത്രി. കൊട്ടാരക്കരയ്ക്കടുത്ത് കോട്ടുവട്ടത്ത് ഇല്ലത്ത് 1909 മാർച്ച് 30 കൊട്ടാരക്കരയ്ക്കടുത്ത് കോട്ടുവട്ടത്തില്ലത്ത് 1909 മാർച്ച് 30 ലളിതാംബിക അന്തർജനം ജനിച്ചത്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന കെ ദാമോദരൻ പോറ്റിയായിരുന്നു അച്ഛൻ. അമ്മ നങ്ങേയ അന്തർജനം. 1927 വിവാഹിതരായി. ഇവര് രണ്ടുപേരും, അതായത് ഭർത്താവ് അമനക്കര ഇല്ലത്ത് നാരായണൻ നമ്പൂതിരി,
ഇവരുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ കവിതാ രചനയിലൂടെ തുടങ്ങി പിന്നീട് കഥാരചനയിലെത്തി പിന്നീട് നോവലിലേക്ക് മാറിയതാണ്. കവിതയിൽ തുടങ്ങി ചെറുകഥകളിലൂടെ അങ്ങനെ നോവലിലേക്ക് വളർന്നു കയറിയ വ്യക്തിയാണ് ലളിതാംബിക അന്തർജനം. കൂടെ ഓർത്തു വെക്കണം. ചെറുകഥാകൃത്ത് എന്ന പേരിൽ പ്രസിദ്ധയാണെങ്കിലും തുടക്കം കവിതയിലായിരുന്നു. രാഷ്ട്രീയ ഇതിവൃത്തമുള്ള കൃതിയാണ് ഏത്? മനുഷ്യപുത്രി. അതുകൂടെ ഓർത്തു വെക്കണം. അപ്പൊ രാഷ്ട്രീയ ഇതിവൃത്തമുള്ള കൃതിയാണ് മനുഷ്യപുത്രി. വേഗം കാര്യം പറയൂ എന്ന് ആജ്ഞാപിക്കുന്ന മന്ത്രിയോട് അവർ പറഞ്ഞു, ഇരിക്കണില്ല ഗോവിന്ദൻകുട്ടി, ഇരിക്കണില്ല, ഇപ്പൊ പൊക്കോളം, ഒന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് സംഭവം എന്ന് പറഞ്ഞാല് തിരക്കാണ്. മന്ത്രിമാർക്കൊക്കെ ഒരുപാട് തിരക്കാണല്ലേ. അപ്പൊ ഈ തിരക്ക് പിടിച്ച മന്ത്രിയെ കാണാൻ എത്തുന്ന സന്ദർശകരും പരാതിക്കാരും എല്ലാം ഒഴിഞ്ഞു പോയപ്പോ സ്ത്രീ ഇങ്ങനെ കടന്നു ചെല്ലുകയാണ്. അപ്പൊ വേഗം കാര്യം പറയൂ എന്ന് പറയാണ് ആരെ? മന്ത്രി. മന്ത്രിയോട് പറയണ, ഇരിക്കണില്ല ഗോവിന്ദൻകുട്ടി, ഇരിക്കണില്ല, ഇപ്പൊ പൊക്കോളാം, ഒന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. മന്ത്രി താനറിയാതെ പറഞ്ഞു പോയി, ഓഹോ എന്റെ കുഞ്ഞാത്തലമ്മേ, കൊടുത്തു നശിച്ച ഒരു ഇല്ലത്തിലെ കുഞ്ഞാത്തലമ്മയാണ് തന്നെ കുഞ്ഞുനാളിൽ ആഹാരം തന്നും സ്കൂളിൽ അയച്ചും രക്ഷപ്പെടുത്തിയതെന്ന കാര്യം അയാൾ ഓർത്തു. അപ്പൊ ഒന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് പല കാഴ്ചകളും നമ്മളെ പല ഓർമ്മകളിലേക്ക് കൊണ്ടുപോവുകയാണ് അല്ലെ. അപ്പൊ കുഞ്ഞാത്തലമ്മ ആ ഒരു മനുഷ്യപുത്രിയാണ് ആര്? കുഞ്ഞാത്തലമ്മ. ആ കുഞ്ഞാത്തലമ്മ കൊടുത്തു മുടിഞ്ഞ ഒരു ഇല്ലത്തിലെ ആളാ, ദാനശീലർ അല്ലെ. അവ കൊടുത്തു മുടിഞ്ഞ ഇല്ലത്തിലെ ഒരു കണ്ണിയാണ് ആരെ? കുഞ്ഞാത്തലമ്മ. കുഞ്ഞാത്തലമ്മയാണ് വിശന്നു വളർന്ന ഒരു തലമുറ കൂടെ നമുക്കുണ്ട്. അതുകൂടെ ഓർത്തു വയ്ക്കണം. അപ്പൊ വിശന്നു വളർന്ന ആളുകളും വിശന്നു തളർന്ന ആളുകളും ഉണ്ട്. ആ വിശപ്പിൽ നിന്നും വളർന്ന മന്ത്രിയായ ഒരു വ്യക്തിയായിരുന്നു കാണാൻ ചെന്നത്. ആര് കാണാൻ ചെന്നത്? കുഞ്ഞാത്തലമ്മ കാണാൻ ചെന്നത്. ഈ മന്ത്രിമാർക്കൊക്കെ ഭയങ്കര തിരക്കാണല്ലോ. ആ തിരക്കിനിടയിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒന്നുമില്ലെങ്കിൽ ഈ ഉണ്ണിയെ സ്കൂളിൽ ചേർത്ത് തരിക, ഉച്ചക്കഞ്ഞിയെങ്കിലും കിട്ടൂലോ, ഭഗവാനെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. പണ്ട് ഭക്ഷണം കൊടുത്ത ആള് ഒരു കുഞ്ഞുമായിട്ട് വന്നിട്ട് ഈ കുഞ്ഞിനെ സ്കൂളിലെങ്കിലും ചേർക്കുക, ഉച്ചയ്ക്ക് ഭക്ഷണമെങ്കിലും കിട്ടൂലോ എന്ന് പറയണം. ആ സമൂഹത്തിൽ നടക്കുന്ന ഒരു ഒഴുക്കുണ്ട്. പാവപ്പെട്ടവരിൽ നിന്നും പണക്കാരനിലേക്കും പണക്കാരിൽ നിന്നും പാവപ്പെട്ടവനിലേക്ക് ഇങ്ങനെ പൈസ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലെ. ആ സമയത്ത് പറയണ, ജന്മിത്തം നശിപ്പിക്കാൻ പുറപ്പെട്ടു വിജയിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നെടുംതൂണായ മന്ത്രിയോടാണ് വൃദ്ധ പറയുന്നത്, തന്റെ പുത്രന്റെ പുത്രൻ പേരക്കുട്ടിയെ ഒന്ന് സ്കൂളിൽ ചേർത്ത് തരുമോ, അവന് ഉച്ചക്കഞ്ഞിയെങ്കിലും കിട്ടുമല്ലോ എന്നുള്ളത്. ഈ കൃതി ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. ജന്മിത്തൊക്കെ അവസാനിച്ചു. ഈ ജന്മിത്തം അവസാനിച്ചപ്പോ ആർക്കെതിരാണ് ആ യുദ്ധം ചെയ്തത്? യുദ്ധം എന്ന് പറയുമ്പോ അങ്ങനെയല്ല. ആർക്കെതിരാണ് സമരം ചെയ്തത്? സമരം ചെയ്തവർ ജയിക്കുകയും ആർക്കെതിരെ പോരാടിയോ ആ പോരാട്ടത്തിലെ അവസാന കണ്ണികൾ എപ്പോഴും എന്തായി തീർന്നു? ജന്മിത്തൊക്കെ അവസാനിച്ച ആ ജന്മി കുടുംബങ്ങളൊക്കെ പട്ടിണിയായി തീർന്നൊരു അവസ്ഥ കൂടെ ഉണ്ടായി. അപ്പൊ അവിടെയുള്ള ആളുകളുടെ അവസ്ഥ കൂടെ പറഞ്ഞു വെക്കുന്നു. 1967 മനുഷ്യപുത്രി എന്ന് പറയുന്ന ഈ കൃതി വരുന്നത്. ഐക്യ കേരളം അതിന്റെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു ദശകം പിന്നിട്ടപ്പോൾ നമ്മുടെ സാമൂഹ്യ ഘടനയിൽ ഉണ്ടായ മാറ്റം കൂടെ അതിന്റെ പ്രത്യാഘാതങ്ങളും കൂടെ ഇതില് അവതരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇരുട്ടിന്റെ ആത്മാവ് വളരെ 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 മനോഹരമായ ഹൃദയസ്പർശിയായിട്ട് നമ്മുടെ MT വാസുദേവൻ നായർ, മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എഴുതി തീർത്തിയ കൃതിയാണ് ഇരുട്ടിന്റെ ആത്മാവ്. ഇരുട്ടിന്റെ ആത്മാവിലെ കഥാപാത്രം ഭ്രാന്തൻ വേലായുധനാണ്. ഭ്രാന്തൻ വേലായുധൻ അല്ലെ, ഭ്രാന്താണ് എന്ന് നാട് മൊത്തം പറയുകയാണ്. അപ്പോഴും ഭ്രാന്തൻ വേലായുധന്റെ അമ്മ പറയുന്നുണ്ട്, ഇല്ല ഭ്രാന്തില്ല, ഇതൊക്കെ ഒരു ദിവസം ശരിയാവുന്നു അല്ലെ. അപ്പൊ വേലായുധൻ എന്താണ്? ഭ്രാന്താണ്. അപ്പൊ എന്താണ് വേലായുധന്റെ കഥ നമുക്ക് നോക്കാം. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, തിരക്കഥാകൃത്ത്, അധ്യാപകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായ വ്യക്തിയാണ് ആരെ? MT വാസുദേവൻ നായർ. നാലുകെട്ട്, പാതിരാവും പകൽ വെളിച്ചവും, അസുരവിത്ത്, മഞ്ഞ്, രണ്ടാമൂഴം, കാലം തുടങ്ങിയ നോവലുകൾ. അപ്പൊ നോക്കുക, നാലുകെട്ട് 1958 പ്രസിദ്ധീകരിച്ച് വന്ന നോവലാണ് നാലുകെട്ട്. MTക്ക് പുരസ്കാരം നേടിക്കൊടുത്ത കൃതികളിൽ ഏറ്റവും പ്രമുഖമായ നോവലിലൂടെയാണ് നാലുകെട്ട്. പുണ്ണിയും കൊന്തുണ്ണിയും ഏതിലെ കഥാപാത്രമാണ് ചോദിച്ചല്ല, പുണ്ണിയും കൊന്തുണ്ണിയും നാലുകെട്ടിലെ കഥാപാത്രങ്ങളാണ്. പാതിരാവും പകൽ വെളിച്ചവും MTയുടെ വളരെ പ്രശസ്തമായ നോവലാണ് പാതിരാവും പകൽ വെളിച്ചവും. MT വിക്ടോറിയ കോളേജ് ബിരുദധാരിയാണ്. BSc കെമിസ്ട്രി 1ാം റാങ്കോടുകൂടി പാസ്സായ MT വാസുദേവൻ നായർ ആദ്യമായി എഴുതിയത്
രക്തം പുരണ്ട മണൽത്തരികൾ എന്ന ചെറുകഥയാണ്. ആ ചെറുകഥ അന്ന് ആ കോളേജിൽ ഒരു ചെറിയൊരു മാസികയിൽ അച്ചടിച്ചു വരികയാണ്. ആ ചെറുകഥ കഴിഞ്ഞ് പിന്നീട് MTയുടെ ഇറങ്ങിയ നോവലായിരുന്നു പാതിരാവും പകൽ വെളിച്ചം. അതും ഒരു മാസികയിലാണ് ഇറങ്ങിയത്. അപ്പൊ MTയുടെ ആദ്യ നോവൽ ചോദിച്ചാൽ പാതിരാവും പകൽ വെളിച്ചവുമാണ്. പക്ഷേ MT മാസികകളിലല്ലാതെ സ്വന്തമായി ഒരു നോവൽ പുസ്തക രൂപത്തിൽ ഇറക്കിയതാണ് നാലുകെട്ട്. വ്യത്യാസം മനസ്സിലാക്കണം. തന്റെ 13ാമത്തെ വയസ്സിൽ മൂപ്പര് എഴുതാൻ തുടങ്ങുക. അന്ന് അങ്ങനെ എഴുതിയ ഒരു കഥയാണ് രക്തം പുരണ്ട മണൽത്തരികൾ. ആ രക്തം പുരണ്ട മണൽത്തരികളിൽ നിന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13-14 വയസ്സിലാണ് അദ്ദേഹം എഴുതി തുടങ്ങുന്നത്. അപ്പൊ രക്തം പുരണ്ട മണൽത്തരികൾ അധികം ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഒരു ലോക ചെറുകഥാ മത്സരം നടക്കുകയുണ്ടായി. ആ ലോക ചെറുകഥാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ വ്യക്തിയായിരുന്നു MT വാസുദേവൻ നായർ. വളർത്തുമൃഗങ്ങൾ എന്നായിരുന്നു ആ കൃതിയുടെ പേര്. ആ ചെറുകഥയുടെ പേര് വളർത്തുമൃഗങ്ങൾ എന്നായിരുന്നു. സർക്കസ് കൂടാരത്തിനകത്തുള്ള മനുഷ്യാത്മാക്കളുടെ കഥ പറയുന്ന ഒരു ചെറുകഥയായിരുന്നു വളർത്തുമൃഗങ്ങൾ. സർക്കസ് കൂടാരത്തിനകത്തുള്ള മനുഷ്യാത്മാക്കളുടെ കഥ പറയുന്ന കൃതിയായിരുന്നു വളർത്തുമൃഗങ്ങൾ. ലോക ചെറുകഥാ മത്സരത്തിൽ MTക്ക് 1ാം സ്ഥാനം നേടുമ്പോ ലോകം മുഴുവൻ ഉറ്റുനോക്കി ആരാണ് ആ ചെറുപ്പക്കാരൻ. അങ്ങനെ ആ ചെറുപ്പക്കാരനെ തേടി പോയതാണ് പിന്നീട് ഇന്ന് കാണുന്ന MT ആയി നമ്മളിങ്ങനെ വായിച്ച് വളർന്ന് പന്തലിച്ച് നിർത്തിയത്. ഇന്നും അത് അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ വളർത്തുമൃഗങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യാത്മാക്കളാക്കപ്പെട്ട വളർത്തുമൃഗം. സർക്കസ് കൂടാരത്തിനകത്ത് അങ്ങനെയാണല്ലോ, അതിനകത്ത് വളരുന്ന ആളുകളുടെ അവസ്ഥ അതാണ്. അപ്പോ വളർത്തുമൃഗങ്ങൾ ആരുടെ കൃതിയാണ്? നമ്മുടെ MT വാസുദേവൻ നായരുടെയാണ്. സർക്കസ് കൂടാരത്തിനകത്തുള്ള ആളുകളുടെ കഥ പറയുന്നത്. വാരിക്കുഴി അദ്ദേഹത്തിന്റെ ചെറുകഥയാണ്. വാരിക്കുഴി 2018 ചോദിച്ച ചോദ്യമാണ്. വാരിക്കുഴി എന്ന ചെറുകഥ എഴുതിയത് ആര്? വാരിക്കുഴി എന്ന ചെറുകഥ എഴുതിയത് MT. രക്തം പുരണ്ട മണൽത്തരികൾ ആരുടെ ചെറുകഥയാണ്? അതും MT. വളർത്തുമൃഗങ്ങൾ MT. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് പാതിരാവും പകൽ വെളിച്ചവും എന്നതിലാണ് അല്ലെ. അപ്പൊ MTയുടെ ആദ്യ ചെറുകഥ MTയുടെ ആദ്യ ചെറുകഥ രക്തം പുരണ്ട മണൽത്തരികൾ. പിന്നീട് അദ്ദേഹം കോളേജ് പഠനകാലത്ത് ഒരു മാസികയിൽ അച്ചടിച്ചു വന്ന നോവലാണ്. അദ്ദേഹത്തിന്റെ കോളേജ് പഠനകാലത്ത് മാസികയിലാണ് പാതിരാവും പകൽ വെളിച്ചവും അച്ചടിച്ചിരുന്നത്. വർഷം 1959. ആ വർഷം നിങ്ങൾ ഓർത്തു വയ്ക്കണം. ഒരു മാസികയിലാണ്. പക്ഷെ സ്വന്തമായിട്ട് ഒരു കൃതി കൊണ്ടുവന്നത് പുസ്തക രൂപത്തിൽ ഇറങ്ങിയത് നാലുകെട്ടാണ്. അസുരവിത്ത് 1962. അസുരവിത്ത് 1962 ഇറങ്ങിയ പുസ്തകമാണ്. ഗോവിന്ദൻകുട്ടി, ഈ കുട്ടി മിണ്ടുന്നില്ല അല്ലെ. ആ ഗോവിന്ദൻകുട്ടിയുടെ കഥ പറഞ്ഞ കൃതിയാണ് അസുരവിത്ത്. മഞ്ഞ് വിമലദേവി ടീച്ചറുടെയും ബുദ്ധുവിന്റെയും സർദാർജിയുടെയും കഥ പറഞ്ഞ കൃതി മഞ്ഞ് 1964. കാലം ഒരു അൾട്രാ ലെവൽ കോഴിയായിരുന്നു സേതുവും സുമിത്രയും. സേതു സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പ്രണയം, +2 ആ ഒരു പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ ഒരു പ്രണയം, ഡിഗ്രിയിൽ ഒരു പ്രണയം, ജോലി സ്ഥലത്ത് ഒരു പ്രണയം. അവസാനം തന്റെ പഴയ കാമുകിയെ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ കാണാണ്. അന്ന് സുമിത്രയോട് പറയും, എല്ലാ ക്ലീശായ കാമുകന്മാരെ പോലെയും പറയും, ഞാൻ ഈ ലോകത്ത് ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, അത് നിന്നെയാണ് സുമിത്ര എന്ന് പറയും. സുമിത്ര എടുത്തു തന്നെ പറയും, സേതു ഈ ലോകത്ത് ഒരാളെ മാത്രമേ ആത്മാർത്ഥമായി പ്രണയിച്ചിട്ടുള്ളൂ, അത് സേതുവിനെയാണ്. സേതുവിനെ പകച്ചുപോയതിന്റെ ബാല്യം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക. അതാണ് ആ കഥയിലെ ഏറ്റവും മനോഹരമായൊരു ഓർത്തു വെക്കപ്പെടാവുന്ന ഒരു ചീന്ത്. അപ്പൊ നമ്മുടെ സേതുവിന്റെയും സുമിത്രയുടെയും കഥ പറയുന്ന കൃതിയാണ് കാലം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതിയാണ് കാലം. ഓർത്തു വെക്കണേ. 2ാം ഊഴം ഭീമൻ അല്ലെ, മഹാഭാരത കഥയിലെ 2ാം ഊഴക്കാരനായ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി MT വാസുദേവൻ നായർ എഴുതിയ കൃതിയാണ് 2ാം ഊഴം. ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി MT വാസുദേവൻ നായർ എഴുതിയ കൃതിയാണ് 2ാം ഊഴം. ഓർത്തു വയ്ക്കണം. വയലാർ പുരസ്കാരം നേടിയ കൃതിയാണ്. പ്രത്യേകം പറയുന്നു, വയലാർ പുരസ്കാരം നേടിയ കൃതികളും കർത്താക്കളും നിർബന്ധമായും പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് കയറാൻ പാടുകയുള്ളൂ. ഓക്കെ, 2ാം ഊഴം 1984. കഥാപാത്രം ഭീമനാണ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ നോവലുകളാണ്. വേദനയുടെ പൂക്കൾ 1955. നിന്റെ ഓർമ്മയ്ക്ക് 1956. ഓളവും തീരവും 1957. കുട്ടിയടത്തി 1959. ഇരുട്ടിന്റെ ആത്മാവ്, സ്വർഗം തുറക്കുന്ന സമയം. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് സ്വർഗം തുറക്കുന്ന സമയം.
അത് ചെറുകഥയാണ്. ഗോപുര നടയിൽ അത് നാടകമാണ്. അതിനും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. MTക്ക് ഒരു നോവലിന്, ഒരു ചെറുകഥയ്ക്ക്, ഒരു നാടകത്തിന് അങ്ങനെ 3 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് കിട്ടിയത്. അപ്പൊ 4 കിട്ട് 1958 അല്ലെ. അപ്പൊ 59 പുരസ്കാരം കിട്ടി. അത് മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്നത് സ്വർഗം തുറക്കുന്ന സമയം 1983 സ്വർഗം തുറക്കുന്ന സമയം. പിന്നെ ഒരു നാടകത്തിനെ കിട്ടിയത് ഗോപുര നടയിൽ. ഗോപുര നടയിൽ എന്ന നാടകത്തിന് ഏത് വർഷമാണ് MT വാസുദേവൻ നായർക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത്? നമുക്കൊന്ന് കമന്റ് ബോക്സിൽ ഇടണേ. ഓക്കെ, അപ്പൊ MTയെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോ കുറച്ച് ചെറുകഥകൾ ഓർത്തു വെക്കണം എന്ന് പറഞ്ഞു. ഏതൊക്കെയാണോ? വേദനയുടെ പൂക്കൾ. തൃഷ്ണയുടെ പൂക്കൾ ആരുടെ ആയിരുന്നു? അത് P. വത്സല. തൃഷ്ണയുടെ പൂക്കൾ എന്ന കൃതി എഴുതിയതാരാണ്? P. വത്സല. ഇവിടെ വേദനയുടെ പൂക്കൾ 1955 മൂപ്പര് എഴുതിയ പുസ്തകമാണ് വേദനയുടെ പൂക്കൾ. വേദനയുടെ പൂക്കൾ എന്ന കൃതി എഴുതിയത് MT വാസുദേവൻ നായർ. തൃഷ്ണയുടെ പൂക്കൾ P. വത്സല. മറക്കരുത്, തൃഷ്ണയുടെ പൂക്കൾ P. വത്സല, വേദനയുടെ പൂക്കൾ MT വാസുദേവൻ നായർ. ചെറുകഥയാണ്. നിന്റെ ഓർമ്മയ്ക്ക്, കുട്ടിയടത്തി, ഓളവും തീരവും, ഇരുട്ടിന്റെ ആത്മാവ്, സ്വർഗം തുറക്കുന്ന സമയം തുടങ്ങിയവ MTയുടെ വളരെ പ്രധാനപ്പെട്ട ചെറുകഥകളാണ്. 1995 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയാണ്. 1995 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുകയാണ്. ഓർത്തേക്കണം, 1995 കിട്ടുന്നത്. അപ്പൊ നമുക്ക് MTയുടെ ഇരുട്ടിന്റെ ആത്മാവ് എന്ന കൃതിയിലേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞു MTക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ആര്? അമ്മുക്കുട്ടി. ഇരുട്ടിന്റെ ആത്മാവ് എന്ന കഥയിലെ വക്താവ് എന്ന് പറഞ്ഞാൽ പറയുന്ന ആൾ, ശ്രോതാവ്, കേൾക്കുന്ന ആൾ. ഓർത്തു വെക്കണം, വക്താവ്, പറയുന്ന ആൾ, ശ്രോതാവ്, കേൾക്കുന്ന ആൾ. ഇരുട്ടിന്റെ ആത്മാവ് എന്ന കഥയിലെ വക്താവാണ് ഭ്രാന്തനായ വേലായുധൻ. അവന്റെ വിചാരങ്ങളിലൂടെ കഥ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ അച്യുതൻ നായരോടുള്ള തന്റെ വിദ്വേഷം വേലായുധൻ പ്രകടമാക്കുന്നുണ്ട്. എല്ലാവരും ഉറങ്ങിയ തക്കം നോക്കി അയാള് മുറിയിൽ നിന്ന് കടക്കുകയാണ്. അപ്പൊ അച്യുതൻ നായരോടുള്ള തന്റെ വിദ്വേഷത്തിന് നിദാനമായി തലേനാളത്തെ സംഭവം അയാൾ ഇങ്ങനെ ഓർക്കുകയാണ്. പത്തായപ്പുരയുടെ അടുത്തെത്തിയപ്പോഴാണ് അപ്രതീക്ഷിതമായി അമ്മുക്കുട്ടിയെ കാണുന്നത്. അവളുടെ സമീപമാണ് അയാൾക്ക് സന്തോഷം നൽകുന്നത്. അയാളുടെ സാമീപ്യമാണ് അയാൾക്ക് സന്തോഷം നൽകുന്നത് എന്നാണ്. ഒന്നുമില്ല, അമ്മുക്കുട്ടി എല്ലാവരും വേലായുധന് ഭ്രാന്തൻ എന്ന് മുദ്ര കുത്തിയപ്പോ ഒരു സ്നേഹ വാത്സല്യമായിട്ട്, കരുതലായിട്ട് കൂടെ നിന്ന ആളാ. ഭ്രാന്തൻ വേലായുധന് ഭ്രാന്തെല്ലാം മാറും. അദ്ദേഹത്തെ കുറെ കാലം ഒരു ഇരുട്ടുമുറിയിൽ ഇങ്ങനെ അടച്ചിടുക. അത് കഴിഞ്ഞ് പെട്ടെന്ന് മൂപ്പരൊക്കെ തോന്നി ഞാൻ നോർമലാണെന്ന്. അങ്ങനെ ഇറങ്ങി വരുമ്പോ എല്ലാവരും, പുറകിലുള്ള എല്ലാവരും ഭ്രാന്തൻ 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 വേലായുധൻ എന്ന് പറയും. അപ്പോഴും ഭ്രാന്തൻ വേലായുധന് ഒരു ഏശ്വരില്ല. കാരണം മൂപ്പർക്ക് സങ്കടമൊന്നുമില്ല. അവരെല്ലാവരും അങ്ങനെയാണെന്ന് അദ്ദേഹം നേരെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. തനിക്ക് തന്റെ അമ്മുക്കുട്ടി ഉണ്ടെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തെ ഓരോ നാളും മുന്നോട്ട് കൊണ്ടുപോയത്. അവസാനം അമ്മുക്കുട്ടിയുടെ വീട് ചോദിക്കുന്ന സമയത്ത് അമ്മുക്കുട്ടി ഒരു വീട്ടിന് പുറത്ത് നിന്ന് തുണി ഇങ്ങനെ തോരയിടുന്ന സീനുണ്ട്. അപ്പൊ പറയും, അമ്മുക്കുട്ടി എന്ന് പറയുമ്പോ അമ്മുക്കുട്ടി ഉറക്കെ പറയും, ഭ്രാന്തൻ വരുന്നു അല്ലെ. അത്രയധികം സ്നേഹിച്ച വേലായുധൻ അവിടെ ഭ്രാന്തൻ എന്ന് അമ്മുക്കുട്ടിയും വിളിക്കുകയാണ്. അമ്മുക്കുട്ടി ഒരു കാലഘട്ടത്തിൽ, ഒരു സമയത്ത് വേലായുധന്റെ വീട്ടിൽ നിന്നും അമ്മയോടൊപ്പം മാറി താമസിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ വേലായുധന് അറിയുന്നില്ല. കാരണം മൂപ്പരുടെ മാനസികാവസ്ഥ അത്തരത്തിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെ അവസാനം അമ്മുക്കുട്ടിയും വേലായുധനെ ഭ്രാന്തൻ എന്ന മുദ്ര കുത്തുമ്പോഴാണ് വേലായുധൻ യഥാർത്ഥത്തിൽ തകർന്നില്ലാതാകുന്നത്. ഭ്രാന്തൻ വേലായുധൻ കഥാപാത്രമായി വരുന്ന കൃതിയാണ് ഇരുട്ടിന്റെ ആത്മാവ്. ഇരുട്ടിന്റെ ആത്മാവ് എഴുതിയ വ്യക്തിയാണ് MT വാസുദേവൻ നായർ. അമ്മുക്കുട്ടിയും ഭ്രാന്തൻ വേലായുധനും ഏതിലെ കഥാപാത്രമാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം, ഇരുട്ടിന്റെ ആത്മാവ്. ഇരുട്ടിന്റെ ആത്മാവ് എഴുതിയത് MT വാസുദേവൻ നായർ. ഇരുട്ടത്ത് കാഴ്ചയൊക്കെ MT ആയിരിക്കില്ലേ. MT എന്ന് പറഞ്ഞാൽ ശൂന്യം എന്നാണല്ലോ അർത്ഥം. അപ്പൊ ഇരുട്ടത്ത് എന്താണ്? കാഴ്ച ശൂന്യമായിരിക്കും. അപ്പോ ഇരുട്ടത്ത് MT, ഇരുട്ടത്ത് ശൂന്യം. ഓർത്തു വെച്ചോട്ടെ. അപ്പോ ഇരുട്ടിന്റെ ആത്മാവ് MT വാസുദേവൻ നായർ. അപ്പൊ നമ്മൾ ഇതുവരെ നോക്കിയിരുന്നത് ചെറുകഥാ സാഹിത്യമാണ് അല്ലെ. അപ്പൊ ചെറുകഥാ സാഹിത്യത്തിൽ നമ്മൾ MT വരെയാണ് പറഞ്ഞു നിർത്തിയത്. ലളിതാംബിക അന്തർജനം, MT, അതുപോലെ നമ്മുടെ തകഴിയെ കുറിച്ച് നോക്കാനുണ്ട് ഇനി. അതുപോലെ തന്നെ പൊൻകുന്നം വർക്കിയുണ്ട്, T. പത്മനാഭനുണ്ട്. ഇവരൊക്കെ നമ്മളിനി നോക്കാൻ പോകുന്ന ആളുകളാണ്. ഇതുവരെ പറഞ്ഞത് മനോഹരമാണെങ്കിൽ ഇനി പറയാനിരിക്കുന്നവർ പറഞ്ഞ കഥകളും അതിമനോഹരമാണ്. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.